UDF അധികാരത്തിലെത്തിയാൽ പാലായിൽ വിവേചനമില്ലാതെ വികസനം നടപ്പാക്കുമെന്ന മാണി സി കാപ്പൻ. കഴിഞ്ഞ 5 വർഷക്കാലവും വികസനക്ഷേമ കാര്യങ്ങളിൽ പാലാ നിയോജക മണ്ഡലത്തോടെ LDF സർക്കാർ കാട്ടിയത് കടുത്ത വിവേചനമാണെന്നും കാപ്പൻ ആരോപിച്ചു. പാലായുടെ വിവേചനം കാട്ടുവാനും വികസനം പിന്നോട്ടടിക്കുവാനും സർക്കാരെ സമ്മർദ്ദം ചെലുത്തിയവർ വീണ്ടും വോട്ട് ചോദിച്ചെത്തുമ്പോൾ അത് ജനങ്ങളോടും ഈ നാടിനോടുമുള്ള വെല്ലുവിളിയാണെന്നും കാപ്പൻ ചൂണ്ടിക്കാട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ മറുപടി പറയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും കാപ്പൻ വ്യക്തമാക്കി. തന്റെ എതിർ സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതേ പാർട്ടിയിലോ മുന്നണിയിലോ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പും അവർക്ക് നൽകാനാവില്ല. ഇരുവരുടെയും മുൻകാല രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാകുമെന്നും കാപ്പൻ ചൂണ്ടിക്കാട്ടി. കൊഴുവനാൽ പഞ്ചായത്തിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാണി സി കാപ്പൻ. UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ മണ്ഡല പര്യടനം കൊഴുവനാൽ ഏലിക്കുളം പഞ്ചായത്തുകളിൽ പൂർത്തിയായി. രാവിലെ 9 മണിക്ക് ചേർപ്പുങ്കലിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. DCC വൈസ് പ്രസിഡന്റ് ബിജു വിനത്താനം 3ാം ദിന പര്യടനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. UDF നേതാക്കളായ പ്രൊഫസർ സതീഷ് ചെല്ലാനി, CT രാജൻ, കുര്യാക്കോസ് വടവൻ, സണ്ണി കാരിപ്പുറം, ജോയ്സ് കറിയ, ജോസി ജോസഫ്, ജോർജ് പുള്ളിങ്കാട്, R സജീവ്, സന്തോഷ് കാവുകാട്ട്, ജോസ്മാൻ, തോമസ് ഉഴുന്നാലിൽ, ഗോകുൽ ജഗന്നിവാസ്, സാജി വളവനാൽ, പയസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.